തീർച്ചയായിട്ടും. ശ്രീ ചാണ്ടി ഉമ്മൻ, ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇന്നലെയൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നമ്മൾ ചെയ്തു. താങ്കൾ ഇന്നലെ ഒരു ചെറിയ അതൃപ്തി പ്രകടമാക്കിയത് ആ രീതിയിലാണ് വാർത്തകൾ പലതും പല കോണുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പാലക്കാട് നമ്മൾ കാണുകയും ചെയ്തിരുന്നു, കൽപ്പാത്തിയിൽ വെച്ച്. ആ സമയത്ത് താങ്കൾ പറഞ്ഞു, വിവാദമാക്കല്ലേ, ഞാൻ അമേരിക്ക പോവുകയാണ് എന്ന്. താങ്കൾ ഒരു പ്രത്യേകിച്ചൊരു അഡ്വാൻസ്, ഒരു മുൻകൂർ ബെയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ശരിയാണ്, താങ്കൾ അമേരിക്കയിൽ പോയതാണ്. ആ സമയത്ത് വയനാട്ടിൽ നിന്ന് പിന്നീട് അമേരിക്കയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞിരുന്നു താങ്കളുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്വം നൽകേണ്ടതായിരുന്നു. ഉത്തരവാദിത്വം നൽകാതെ പോയപ്പോഴൊരു മനോവിഷമം ഉണ്ടായി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ ശ്രീ ചാണ്ടി ഉമ്മൻ? അല്ല, അതൊക്കെ ഒരു വലിയ കാര്യമൊന്നുമല്ല. അതിനെ ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി ഇന്നലെ കൊടുത്തു. ഞാൻ ഒരിക്കലും പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല. അത് ആർക്കെങ്കിലും എതിരെ പറഞ്ഞതായിട്ട് പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷ നേതാവിനെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയുന്നു, അതൊന്നും ശരിയായിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യത്തെ വളച്ചൊടിക്കുകയാണ്, എൻ്റെ വായിലേക്ക് വാക്കുകൾ തിരികെ കയറ്റുകയാണ്. ഒരാൾക്കെതിരെ പോലും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ചോദ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്നുള്ളത് ഞാൻ പറഞ്ഞു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആർക്കെതിരെ പറഞ്ഞതല്ല. ഇനി അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിനോ ഒരു കമൻറ്റിനോ ഞാൻ തയ്യാറല്ല. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാർട്ടിയിൽ പറഞ്ഞോളാം, യാതൊരു സംശയമില്ല. അതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ഞാൻ ഒരു ചെറിയൊരു ഇത് പറഞ്ഞത് അത് വലിയ പർവ്വതീകരിച്ച് ഔട്ട് ഓഫ് എന്താ പറയുക പ്രൊപ്പോർഷനായി വളരെ വളരെ വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഖേദകരമാണ്. ഇപ്പോൾ ആ ചർച്ചകൾ വന്ന് നിൽക്കുന്ന നില എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു സൈഡിലും KPCC പ്രസിഡന്റും KPCC പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നവർ എന്ന നിലയിൽ ശ്രീ ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, ശശി തരൂർ എന്നിവർ മറ്റൊരു പക്ഷം എന്ന നിലയിലുമൊക്കെയാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ. അല്ല, ഞാൻ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവിനെതിരെ പറയത്തില്ല. അത് തെറ്റായ ഒരു പ്രചരണമാണ്. ഞാൻ പറഞ്ഞത് ചില സാഹചര്യങ്ങളുടെ കാര്യമാണ്. അതെൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചു. എൻ്റെ അടുത്ത് ചോദ്യം വന്നു, ഞാൻ പാലക്കാട് പോയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പാലക്കാട് ഒരു തവണ മാത്രമേ പോയുള്ളൂ എന്നുള്ളൊരു ചോദ്യം വന്നു. ഞാനൊരു മറുപടി അത് ഒരു വലിയ ഇഷ്യൂ, ഇത്രയും വലിയ ഇഷ്യൂ ആക്കി പർവ്വതീകരിച്ച് ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ പ്രശ്നങ്ങളും ഒരാൾക്കെതിരെയും ഒരാൾക്കെതിരെയും വ്യക്തിപരമായി പറയുന്ന പ്രശ്നമില്ല. പാർട്ടിക്ക് അപ്പുറം ഒന്നുമില്ല. അത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടി പറഞ്ഞോളാം, യാതൊരു സംശയമില്ല. കാരണം മാധ്യമങ്ങളിലേക്ക് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു മറുവശം എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അതൊരു ശരിയായിട്ടൊരു പ്രവണതയായിട്ട് ഞാൻ കരുതുന്നില്ല. അത് ഒത്തിരി നാളായിട്ട് ഞാൻ നേരിടുന്ന ഒരു കാര്യമാണ്. 21 തൊട്ട് ഇത് ഞാൻ കാണുന്നൊരു കാര്യമാണ്. ഒരു വശം എടുത്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്ത പ്രചരിപ്പിക്കുക, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുക. നിങ്ങൾ തന്നെ ആലോചിച്ചു, ഞാൻ എന്തെങ്കിലും ആർക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പാർട്ടി വിളിക്കുമ്പോൾ പോകാൻ ഉള്ള കാരണം മാത്രമേ പറഞ്ഞുള്ളൂ. പ്രതിപക്ഷ നേതാവിനെതിരെ ഞാൻ പറഞ്ഞത് എങ്ങനെ വ്യാഖ്യാനിച്ചു, അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അതിനെ വീണ്ടും അത് വേറൊരു വശത്തേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പറയരുത്. കാരണം ഞാൻ പ്രതിപക്ഷ നേതാവിനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഈ തരത്തിൽ നിങ്ങൾ വളച്ചൊടിക്കുക. മനസ്സിലായി. അല്ല, പാർട്ടി നേതൃത്വത്തെ അത് അറിയിക്കുകയും പാർട്ടി ഫോറങ്ങളിൽ ആ കൺസേൺ അറിയിക്കുകയും ചെയ്തിരുന്നോ ശ്രീ ചാണ്ടി ഉമ്മൻ? അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനും ഞാൻ തയ്യാറല്ല. എന്തെങ്കിലും അത് ഞാൻ പാർട്ടി സംസാരിച്ചു. എനിക്ക് മനസ്സിലായി. അത് ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന സമയത്ത് അതുണ്ടാകുന്നൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് വലുതായിരിക്കും തോന്നുന്നു. പക്ഷേ അപ്പോഴും ഇത് താങ്കൾ KC വേണുഗോപാലിനെയൊക്കെ സ്വാഭാവികമായിട്ടും കാണുമല്ലോ, മുതിർന്ന നേതാക്കളെയൊക്കെ കാണുന്ന സമയത്ത് താങ്കൾക്ക് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ടാഗ് മാത്രമല്ല, ശ്രീ ചാണ്ടി ഉമ്മൻ എന്നൊരു ടാഗ് കൂടി താങ്കൾ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കളുടെ വിജയത്തെ തുടർന്ന് താങ്കൾ ആ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, താങ്കൾക്ക് യുവാക്കൾക്കിടയിലുള്ള സ്വാധീനം, ഇതൊക്കെ പാലക്കാട് ഉപയോഗപ്പെടുത്താമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളും ഒരു ഭാഗത്ത് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ കാര്യത്തിൽ താങ്കളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ മറ്റോ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? അതല്ല, ഞാനിപ്പോൾ ഇന്നലെ പറയാനുള്ളതൊക്കെ ഞാനിനി കൂടുതലൊന്നും പറയില്ല. ഞാനത് പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് ശരിയാണെന്ന് കരുതുന്നില്ല. അവർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ. അതായത് അങ്ങനെ പ്രതിപക്ഷ നേതാവിനെയോ ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല.
ഞാനവിടെ സ്ഥിരമായിട്ട് എന്തുകൊണ്ട് ഇപ്പം പാലക്കാട് ഒരു എല്ലാ ദിവസങ്ങളിലും പാലക്കാട് നിൽക്കേണ്ടതുപോലെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല വയനാട്ടിൽ പോകണമായിരുന്നു, അമേരിക്കയിൽ പോകേണ്ടി വന്നു അല്ലേ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ അത് ആർക്കെതിരെയും പറഞ്ഞതല്ല. ഞാൻ പിന്നെ രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും ഞാൻ പറഞ്ഞു എന്ന തരത്തിൽ വരുത്തുന്നു. അതൊന്നും ശരിയായിട്ടുള്ള കാര്യം. ഞാൻ തുടക്കം തൊട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അത് പാർട്ടി തീരുമാനിക്കുന്ന ആരാണെങ്കിലും അദ്ദേഹത്തിനോടൊപ്പമാണ് എന്നുള്ള നിലപാടാണ്. അതിൽ ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. രാഹുൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ എന്നെ വിളിച്ചു, ജയിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വീഡിയോ കോളിൽ സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ആ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് പോരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഓക്കെ, ശ്രീ ചാണ്ടിയുമൻ, എന്തായാലും റോമിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞൊരു കുറച്ചൊരു എനർജി, ഒരു പോസിറ്റീവ് എനർജി ആയിട്ടായിരിക്കും അല്ലേ തിരിച്ചു വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും വലിയ ഒരു സമ്മേളനം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഊർജം ചെറുതല്ല, അത് വലിയ ഒരു ഊർജമാണ്. കാരണം സമാധാനം എവിടെയും ഉണ്ടാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം. ഓക്കെ, താങ്ക് യു ശ്രീ ചാണ്ടിയുമൻ. അപ്പം വീണ്ടും കൂടുതൽ യാത്രകൾ ചെയ്യാൻ താങ്കൾക്ക് കഴിയട്ടെ. ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കറിയാം. മണ്ഡലത്തിലൊക്കെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതെന്തായാലും പ്രേക്ഷകർ വരും ദിവസങ്ങളിൽ അറിയട്ടെ. താങ്ക് യു ശ്രീ ചാണ്ടിയുമൻ. ചാണ്ടിയുമൻ ഇന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. വളച്ചൊടിച്ച് കുഴപ്പത്തിലാക്കരുത് എന്നാണ് ചാണ്ടിയുമൻ ഉദ്ദേശിച്ചത്.